പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എസ് കെ പൊറ്റക്കാടിൻ്റെ ദി ഗിഫ്റ്റ് എന്ന സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. അബൌട്ട് ദി ഓഥർ. ശങ്കരൻകുട്ടി പൊറ്റക്കാട് 1913 to 1982, popularly known as S.K. Pottekad, was a world-renowned Malayalam writer. ശങ്കരൻകുട്ടി പൊറ്റക്കാട് 1913 ജനിച്ച് 1982 മരിച്ചു. സാധാരണ അദ്ദേഹം അറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് എന്നാണ്. അതുകൂടാതെ അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മലയാളം എഴുത്തുകാരൻ കൂടിയാണ്. He is chiefly remembered for his travel writings, which are filled with lifelike presentation of men and manners. He is chiefly remembered. അദ്ദേഹം മുഖ്യമായും ഓർമ്മിക്കപ്പെടുന്നത് ഫോർ ഹിസ് ട്രാവൽ റൈറ്റിംഗ്, അദ്ദേഹത്തിൻ്റെ യാത്രാക്കുറിപ്പിൽ കൂടിയാണ്. വിച്ച് ആർ, ആ യാത്രാക്കുറിപ്പുകൾ ഫിൽഡ് വിത്ത്, അത് ഉൾക്കൊള്ളുന്നു ലൈഫ് ലൈക്ക് പ്രസൻറ്റേഷൻ, അതായത് ജീവിതഗന്ധിയായ അവതരണത്തിൽ കൂടിയാണ് ആ യാത്രാക്കുറിപ്പുകൾ അദ്ദേഹം തയ്യാറാക്കുന്നത്. ഓഫ് മെൻ ആൻഡ് മാനേഴ്സ്, മനുഷ്യന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റ രീതികളെക്കുറിച്ചും വളരെ ജീവിതഗന്ധിയായി, ജീവനുള്ള പോലെ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്രാക്കുറിപ്പുകൾ അദ്ദേഹത്തെ മുഖ്യമായിട്ടും ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഹിസ് ലിറ്റററി വർക്ക്സ് ഇൻക്ലൂഡ് നോവൽസ്, collections of short stories, anthologies of poem, travelogues, plays, collection of essays and books based on his memoirs. His literary works, അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകൾ ഇൻക്ലൂഡ് നോവൽസ്, കഥകൾ, അതുപോലെ തന്നെ കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, ചെറുകഥകളുടെ സമാഹാരം, അതുപോലെ തന്നെ ആന്തോളജീസ് ഓഫ് പോയംസ്, പദ്യസമാഹാരം, ട്രാവലോഗ്സ്, യാത്രാവിവരണക്കുറിപ്പുകൾ, പ്ലേസ്, നാടകങ്ങൾ, കളക്ഷൻസ് ഓഫ് എസ്സേസ്, ഉപന്യാസങ്ങളുടെ ശേഖരം, ആൻഡ് ബുക്സ് ബേസ്ഡ് ഓൺ ഹിസ് മെമ്മയേഴ്സ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബുക്കുകൾ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹിത്യ രചനകൾ. ഹി വൺ ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1961 ഫോർ ദ നോവൽ ഒരു തെരുവിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് എ സ്ട്രീറ്റ്, ആൻഡ് ദ ജ്ഞാനപീഠ് അവാർഡ് ഇൻ 1980 ഫോർ ദി നോവൽ ഒരു ദേശത്തിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് എ ലോക്കൽ. ഹിസ് വർക്ക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, റഷ്യൻ, ജർമ്മൻ ആൻഡ് ചെക്ക്, ബിസൈഡ്സ് ഇന്ത്യൻ ലാംഗ്വേജസ്. ഹിസ് നോവൽ ഒരു ദേശത്തിൻ്റെ കഥ വാസ് മെയ്ഡ് ഇൻ ടു എ ഫിലിം. ഹി വൺ ദ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് 1961 ഫോർ ദ നോവൽ ഒരു തെരുവിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് എ സ്ട്രീറ്റ്, ഒരു തെരുവിൻ്റെ കഥ എന്ന അദ്ദേഹത്തിൻ്റെ കഥയ്ക്കാണ് 1961 കേരള സാഹിത്യ അക്കാദമി നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ് ദ ജ്ഞാനപീഠ് അവാർഡ്, ജ്ഞാനപീഠം അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇൻ 1980 ഫോർ ദ നോവൽ ഒരു ദേശത്തിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് എ ലോക്കൽ, ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിന് 1980 അദ്ദേഹം ജ്ഞാനപീഠം അവാർഡും നേടിയിട്ടുണ്ട്. ഹിസ് വർക്ക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ്, അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും വർക്കുകളും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, റഷ്യൻ, ജർമ്മൻ ആൻഡ് ചെക്ക് ഭാഷകളിലേക്ക്. ബിസൈഡ്സ് കൂടാതെ ഇന്ത്യൻ ലാംഗ്വേജസ്, ഇന്ത്യൻ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിസ് നോവൽ ഒരു ദേശത്തിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ വാസ് മെയ്ഡ് ഇൻ ടു എ ഫിലിം, ഒരു സിനിമയാക്കിയിട്ടും ഉണ്ട്. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ഡെത്ത് കംസ് ടു അസ് ഓൾ വിത്തൗട്ട് അവർ കൺസെൻറ്റ്. മരണം നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ അനുവാദത്തോടു കൂടിയല്ല, സമ്മതത്തോടു കൂടിയല്ല. ഇറ്റ് വളണ്ടറിലി വിസിറ്റ് എവരി വൺ വിത്തൗട്ട് പ്രയർ ഇൻഫർമേഷൻ. മരണം സ്വമേധയാ വിസിറ്റ് എവരി വൺ, എല്ലാവരെയും വിസിറ്റ് ചെയ്യുന്നു. വിത്തൗട്ട് പ്രയർ ഇൻഫർമേഷൻ, ഒരു മുന്നറിവും നൽകാതെ. ഡെത്ത് പുട്സ് ആൻ എൻഡ് ടു ദി വേൾഡ്ലി ലൈഫ് ഇൻ വൺ വേ ആൻഡ് മേക്ക് us immortal in another sense. Death puts an end to the worldly life. മരണം
നമ്മുടെ ഐഹികമായിട്ടുള്ള അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള ഈ ലോകത്തെ നമ്മളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇൻ വൺ വേ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. ആൻഡ് മേക്ക് അസ്, നമ്മളെ ആക്കി തീർക്കുന്നു. ഇമ്മോർട്ടൽ, അനശ്വരമാക്കി തീർക്കുന്നു. ഇൻ അനദർ സെൻസ്, മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മളെ അനശ്വരമാക്കി തീർക്കുകയാണ് മരണം ചെയ്യുന്നത്. വി ഓഫൺ വിസിറ്റ് സെമിത്തേരീസ് ഫോർ ഓഫറിംഗ് ഫ്ലവേഴ്സ് ആൻഡ് പ്രേയേഴ്സ് ഫോർ അവർ കിത്ത് ആൻഡ് കിൻ. വി ഓഫൺ വിസിറ്റ് സെമിത്തേരീസ്, നമ്മൾ പലപ്പോഴും സെമിത്തേരികൾ വിസിറ്റ് ചെയ്യാറുണ്ട്. ഫോർ ഓഫറിംഗ് ഫ്ലവേഴ്സ് ആൻഡ് പ്രേയേഴ്സ്, അവർക്ക് പൂക്കളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും സമ്മാനിക്കാനായിട്ട്. ഫോർ അവർ കിത്ത് ആൻഡ് കിൻ, നമ്മുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും. ദി മിയർ സൈറ്റ് ഓഫ് എ സെമിത്തേരി റിമൈൻഡ്സ് അസ് ഓഫ് ദി ട്രാൻഷ്യൻറ്റ് നാച്ചർ ഓഫ് ഹ്യൂമൻ ലൈഫ്. ദി മിയർ സൈറ്റ് ഓഫ് എ സെമിത്തേരി റിമൈൻഡ്സ്, സെമിത്തേരിയുടെ വെറും ഒരു കാഴ്ച പോലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓഫ് ദി ട്രാൻഷ്യൻറ്റ് നാച്ചർ ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യൻ്റെ ക്ഷണികമായ താൽക്കാലികമായ ജീവിതത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഹിയർ ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി വിച്ച് റിമൈൻഡ്സ് അസ് ഓഫ് ദി inevitability of death and makes us realize how death itself can make one immortal. Here is a beautiful story. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. വിച്ച് റിമൈൻഡ്സ്, അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഓഫ് ദി ഇനവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്സ്, മരണത്തിൻ്റെ അനിവാര്യതയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് മേക്സ് അസ്, നമ്മളെ അത് ആക്കി തീർക്കുന്നു. റിയലൈസ്, തിരിച്ചറിവ് നമുക്ക് നൽകുന്നു. ഹൗ ഡെത്ത് ഇറ്റ് സെൽഫ് ക്യാൻ മേക്ക് വൺ ഇമ്മോർട്ടൽ, മരണം ഒരാളെ എങ്ങനെ അനശ്വരമാക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിവ് നൽകുകയാണ് ഇവിടെ. അതുപോലെ തന്നെ മരണത്തിൻ്റെ അനിവാര്യത നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കഥയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. ദ ഗിഫ്റ്റ്, സമ്മാനം. ഇറ്റ് വാസ് എ ക്ലിയർ ആൻഡ് പ്ലസൻറ്റ് ഈവനിങ്, അതൊരു തെളിഞ്ഞതും അതുപോലെ തന്നെ സന്തോഷം നിറഞ്ഞതുമായ ഒരു വൈകുന്നേരം. ഐ ഡ്രസ്ഡ് ആൻഡ് കെയിം ഔട്ട് ഓഫ് മൈ റൂം, ഞാൻ വസ്ത്രം ധരിച്ച് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ദ റോഡ്സ് ഓഫ് റോം വെയർ ഫുൾ ഓഫ് പീപ്പിൾ, റോമിലെ റോഡുകൾ മുഴുവനായും ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മെൻ ആൻഡ് വിമൻ, ആണുങ്ങളും പെണ്ണുങ്ങളും. ഡ്രസ്ഡ് ഇൻ എക്സ്പെൻസീവ് ക്ലോത്ത്സ്, വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത്. ആൻഡ് സ്മാർട്ട് ചിൽഡ്രൻ, നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ. ഫുൾ ഓഫ് ഗുഡ് ചിയർ, അവർ പൂർണ്ണമായിട്ടും വളരെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ത്രോണ്ട്, അവർ കൂട്ടമായിട്ടാണ് ദ സൈഡ് വാക്സ്, റോഡ് സൈഡിലൂടെ വഴിയരികിലൂടെ നടക്കുന്നത്. ദ ഈവനിങ് സൺസ് റേസ്, സായാഹ്ന സൂര്യൻ്റെ രശ്മികൾ. ദാറ്റ് ഫിൽറ്റേർഡ്, അത് അരിച്ചിറങ്ങുന്നു. ത്രൂ ദി ലീവ്സ്, ഇലകളിലൂടെ. ഓഫ് ദി ട്രീസ്, മരത്തിൻ്റെ. ദാറ്റ് ഷെയ്ഡഡ്, അത് തണൽ നൽകുന്നു. ദ സൈഡ് വാക്സ്, പാതയോരങ്ങളിൽ. സീംഡ് ടു ബി, തോന്നുകയാണ്. ഫോണ്ട്ലി ഹഗിങ്, വാത്സല്യത്തോടെ അത് തഴുകുന്നതായിട്ട്. എന്തിന്? ദ എബ് ആൻഡ് ഫ്ലോ ഓഫ് ലൈഫ് ഇൻ ദ സിറ്റി, നഗര ജീവിതത്തിൻ്റെ ഏറ്റ ഇറക്കങ്ങളെ തഴുകുന്നതായിട്ട് തോന്നുകയാണ്. വാത്സല്യത്തോടെ തഴുകുന്നതായിട്ട് തോന്നുകയാണ്. ഐ അപ്രോച്ച്ഡ് എ ബസ് സ്റ്റോപ്പ്, ഞാനൊരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് എത്തി. വൺ ഓഫ് ദി എം ഡി സർക്കുലർ എന്നു പേരുള്ള ഒരു ബസ്. ദാറ്റ് ഗോ അറൗണ്ട് ദ സിറ്റി ഓഫ് റോം, റോം സിറ്റിയുടെ എല്ലാ ഭാഗത്തും അത് ചുറ്റി സഞ്ചരിക്കും. വാസ് അപ്രോച്ചിങ്, അത് അടുത്തു വരുന്നുണ്ട്. ആൻഡ് ഐ ജംപ്ഡ് ഓൺ ടു ഇറ്റ്, ഞാൻ ആ ബസ്സിലേക്ക് ചാടിക്കയറി. ഐ ഹാഡ് ഹേർഡ് ദാറ്റ് ദ ടോംബ് ഓഫ് ദി ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഷെല്ലി വാസ് സംവെയർ ഓഫ് ദി എം ഡി ബസ് റൂട്ട്. ഐ ഹാഡ് ഹേർഡ് ദാറ്റ്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ദ ടോംബ് ഓഫ് ദി ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഷെല്ലി,
ഇംഗ്ലീഷ് പ്രസിദ്ധനായ ഇംഗ്ലീഷ് പോയറ്റ് കവിയായിട്ടുള്ള ഷെല്ലിയുടെ വാസ് സംവെയർ ഓൺ ദി എം ഡി ബസ് റൂട്ട്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ടോംബ് ഈ എം ഡി സർക്കുലർ ബസ് റൂട്ടിലാണ് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ദ കണ്ടക്ടർ കെയിം നിയർ മീ. കണ്ടക്ടർ എൻ്റെ അടുത്തെത്തി. വിത്ത് ഹിസ് ടിക്കറ്റ് ബുക്ക്. അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് ബുക്കുമായിട്ട്. ഓപ്പൺഡ് ആൻഡ് ആസ്ക്ഡ് മീ. എന്നിട്ട് അത് തുറന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, വേർ ടു, എവിടേക്കാണ്. ഇൻ സൈൻ ലാംഗ്വേജ്, ആംഗ്യഭാഷയിലാണ് അദ്ദേഹം ചോദിച്ചത്. സെമിത്തേരി, ഐ റിപ്ലൈഡ്. സെമിത്തേരിയിലേക്കാണെന്ന് ഞാൻ മറുപടി കൊടുത്തു. ഹോൾഡിംഗ് ഔട്ട് എ കപ്പിൾ ഓഫ് നോട്ട്സ്. 2 നോട്ടുകൾ നീട്ടി കാണിച്ചുകൊണ്ട് ഞാൻ മറുപടി കൊടുത്തു, സെമിത്തേരി. ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ടു പാസ് ടൈം ഇൻ ദ ബസ്സസ് ഓഫ് റോം. റോമിലെ ബസ്സുകളിൽ സമയം പോകുന്നത് ഒരു പ്രയാസം ആയിരുന്നില്ല. സമയം കളയുന്നത് ഒരു പ്രയാസം ആയിരുന്നില്ല. വേരിയസ് സ്റ്റോൺ മാൻഷൻസ് ലൈൻഡ് ദ വൈഡ് റോഡ്സ്. മാർബിൾസ് സ്റ്റാറ്റ്യൂസ് seemed to beckon one with a request to stop and enjoy their beauty. വേരിയസ് സ്റ്റോൺ മാൻഷൻസ്, വ്യത്യസ്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മാളികകൾ. ലൈൻഡ് വിത്ത് വൈഡ് റോഡ്സ്, വരയിട്ട വിശാലമായ റോഡുകൾ. മാർബിൾ സ്റ്റാച്യൂസ്, മാർബിൾ കൊണ്ട് നിർമ്മിച്ച പ്രതിമകൾ, ശില്പങ്ങൾ. സീംഡ് ടു ബെക്കൺ വൺ വിത്ത് എ റിക്വസ്റ്റ്, വിളിക്കുന്നതായിട്ട്, അഭ്യർത്ഥനയുമായിട്ട്. അവ ഓരോന്നും നമ്മളെ മാടി വിളിക്കുന്നതായിട്ട്. ടു സ്റ്റോപ്പ്, നിൽക്കുക. ആൻഡ് എൻജോയ് ദെയർ ബ്യൂട്ടി, അവരുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന രീതിയിൽ അവർ നമ്മളോട് അഭ്യർത്ഥിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഗാർഡൻസ് സറൗണ്ടഡ് ദി ഹോൾ പ്ലേസ് ആൻഡ് ടൈം ഫ്ലൂ പാസ്റ്റ് വിത്തൗട്ട് വൺ ബീങ് അവെയർ ഓഫ് ഇറ്റ്. ആ സ്ഥലങ്ങളിലൊക്കെ പൂന്തോട്ടങ്ങൾ വലയം ചെയ്തതായിട്ട്, സറൗണ്ടഡ്, ചുറ്റുഭാഗത്തും പൂന്തോട്ടങ്ങൾ അവിടെയൊക്കെയുണ്ട്. ആൻഡ് ടൈം ഫ്ലൂ പാസ്റ്റ് വിത്തൗട്ട് വൺ ബീങ് അവെയർ ഓഫ് ഇറ്റ്. നമ്മൾ പോലും അറിയാതെ, നമ്മൾ ആരും തന്നെ അറിയാതെ സമയം കടന്നു പോകുന്നത് അറിയുകയേയില്ല. ഇതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. സൂൺ ദ കണ്ടക്ടർ കെയിം നിയർ മീ. പെട്ടെന്ന് തന്നെ കണ്ടക്ടർ എൻ്റെ അടുത്ത് എത്തി. ടച്ച്ഡ് മീ, എന്നെ തൊട്ടു. ഓൺ ദി ഷോൾഡറിൽ ആൻഡ് സെഡ് സെമിത്തേരി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സെമിത്തേരി. ഐ അലൈറ്റഡ് ഫ്രം ദി ബസ്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഹ്യൂജ് വാൾ ദാറ്റ് ഡിഡ് നോട്ട് സീം ടു ഹാവ് എനി എൻഡ്. ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഹ്യൂജ് വാൾ. ഞാനിപ്പോൾ എൻ്റെ മുന്നിൽ വലിയ ഒരു മതിൽ, ഒരു കൂറ്റൻ മതിൽ കാണുന്നു. ദാറ്റ് ഡിഡ് നോട്ട് സീം ടു ഹാവ് എനി എൻഡ്. അത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊരു അവസാനമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ സ്ലോലി വാക്ക്ഡ് ടുവാർഡ്സ് ദ എൻട്രൻസ് ഓഫ് ദി സെമിത്തേരി. സെമിത്തേരിയുടെ കവാടത്തിലേക്ക് ഞാൻ പതുക്കെ നടന്നു. ദെയർ വാസ് എ ഗാർഡൻ ഓഫ് കൺസിഡറബിൾ സൈസ് അറൗണ്ട് ദ സെമിത്തേരി. സെമിത്തേരിക്ക് ചുറ്റുമായിട്ട് കാര്യമായ വലിപ്പമുള്ള വലിയ ഒരു പൂന്തോട്ടം അവിടെ ഉണ്ട്. ഓൺ വൺ സൈഡ് ഓഫ് ദി ഗാർഡൻ ദെയർ വെയർ വിമൻ ആൻഡ് ഗേൾസ് സ്റ്റാൻഡിങ് നിയർ ഹീപ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഓൺ വൺ സൈഡ് ഓഫ് ദി ഗാർഡൻ, പൂന്തോട്ടത്തിൻ്റെ ഒരു വശത്ത്, ദെയർ വെയർ വുമൻ ആൻഡ് ഗേൾസ് സ്റ്റാൻഡിങ് നിയർ ഹീപ്സ് ഓഫ് എ ഫ്ലവേഴ്സ്. പൂക്കളുടെ ഒരു കൂമ്പാരം, അതിൻ്റെ അടുത്തായിട്ട് പെൺകുട്ടികളും സ്ത്രീകളും നിൽക്കുന്നു. ഹിയർ ആർ ഫ്രഷ് ഫ്ലവേഴ്സ് ടു ഓഫർ ടു ദി മെമ്മറി ഓഫ് യുവർ നിയർ ആൻഡ് ഡിയർ. ഹിയർ ആർ, ഇതാ, ഇവിടെ, ഫ്രഷ് ഫ്ലവേഴ്സ്, പുതിയ പൂക്കളാണ്. ടു ഓഫർ ടു ദ മെമ്മറി ഓഫ് യുവർ നിയർ ആൻഡ് ഡിയർ, നിങ്ങളുടെ അടുത്തവരുടെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കും അവരുടെ ഓർമ്മയ്ക്കായിട്ട് സമർപ്പിക്കാൻ ഇവിടെ പുതിയ പൂക്കൾ ഉണ്ട്. വൺ ഓഫ് ദീസ് ഗേൾസ് പോയിൻറ്റഡ് ടുവേർഡ്സ് ഹിയർ കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സ്മൈൽഡ് അറ്റ് മീ. അവിടെ കൂടി നിന്ന പെൺകുട്ടികളിൽ വൺ ഓഫ് ദീസ് ഗേൾസ്, അതിലൊരു പെൺകുട്ടി, പോയിൻറ്റഡ് ടുവേർഡ്സ്, എനിക്കെതിരെ ചൂണ്ടിക്കൊണ്ട്, ഹെർ കളക്ഷൻസ്, അവരുടെ പൂക്കളുടെ, ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സ്മൈൽഡ് അറ്റ് മീ, എനിക്ക് നേരെ ചൂണ്ടി എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഐ വാസ് ടെംപ്റ്റഡ് ബൈ ദി ഫ്രഷ്നെസ് ഓഫ് ദി ഫ്ലവേഴ്സ്
the magic of her smile and my deep respect for Shelley. I was tempted, ഞാൻ പ്രലോഭിതനായി, by the freshness of the flowers, by the freshness, പുതുമയിൽ, ഓഫ് ദി ഫ്ലവേഴ്സ്, ആ പൂക്കളുടെ പുതുമയിൽ ഞാൻ പ്രലോഭിതനായി. അതുപോലെ തന്നെ ദ മാജിക് ഓഫ് ഹർ സ്മൈൽ, അവളുടെ മാന്ത്രികമായ പുഞ്ചിരിയിലും. ആൻഡ് മൈ ഡീപ്പ് റെസ്പെക്റ്റ് ഓഫ് ഷെല്ലി, ഷെല്ലിയോടുള്ള അഗാധമായ ബഹുമാനം കൊണ്ടും, അതുപോലെ തന്നെ മാന്ത്രികമായ അവളുടെ പുഞ്ചിരിയും, അതുപോലെ തന്നെ ഈ പൂക്കളുടെ വശ്യതയും, ഇതിലെല്ലാം കൂടി ഐ വാസ് ടെംപ്റ്റഡ്, ഞാൻ പ്രലോഭിതനായി. ഐ എക്സ്റ്റെൻഡഡ് മൈ ഹാൻഡ് ആൻഡ് സെഡ്, വൺ ബുക്കേ പ്ലീസ്, എ സ്മോൾ വൺ. ഷീ ടുക്ക് വൺ ഫ്രം ഹർ ബാസ്ക്കറ്റ്, shook off the drops of water clinging to it and handed it to me. I extended my hand, ഞാൻ എൻ്റെ കൈകൾ നീട്ടിക്കൊണ്ട്, ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, വൺ ബൂക്കെ പ്ലീസ്, ഒരു പൂച്ചെണ്ട് തരൂ. എ സ്മോൾ വൺ, ഒരു ചെറുതു മതി. ഷീ ടുക്ക് വൺ ഫ്രം ഹർ ബാസ്ക്കറ്റ്, അവളുടെ കൊട്ടയിൽ നിന്ന് ഒരു പൂവ് എടുത്തു, ഒരു ബൊക്കെ എടുത്തു. ഷൂക്ക് ഓഫ് ദി ഡ്രോപ്സ് ഓഫ് വാട്ടർ ക്ലിങ്ങിങ് ടു ഇറ്റ്, ആ പൂവിൽ തങ്ങി നിന്നിരുന്ന, പറ്റി പിടിച്ചുകൊണ്ടിരുന്ന വെള്ളം അവൾ തട്ടിമാറ്റി. ഷൂക്ക് ഓഫ് ദി ഡ്രോപ്സ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ തുള്ളികൾ അവൾ തട്ടിമാറ്റി. ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു മീ, എന്നിട്ട് എനിക്ക് നൽകി. ഹൗ മച്ച്, ഐ ആസ്ക്ഡ്, എത്രയാണ് ക്യാഷ് എന്ന് ഞാൻ ചോദിച്ചു. 150 ലിറ, 150 ലിറയാണ് അതിന് വില. ലിറ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലെ മുന്നേ ഉണ്ടായിരുന്ന കറൻസിയാണ്. 150 ലിറയാണ് ആ ബൂക്കയുടെ വില, അവൾ പറഞ്ഞു. ക്യാരിയിങ് ദ ബൂക്കെ ഐ വാക്ക്ഡ് ടുവേർഡ്സ് ദ എൻട്രൻസ് ഓഫ് ദി സെമിത്തേരി, സെമിത്തേരിയുടെ കവാടം ലക്ഷ്യമാക്കി ഞാൻ നടന്നു, എൻ്റെ ബൊക്കയും വഹിച്ചുകൊണ്ട്, ബൊക്കയും എടുത്തുകൊണ്ട്. എ മാൻ ഇൻ ആർമി, ആർമി യൂണിഫോമിലുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, വാസ് സ്റ്റാൻഡിങ് നിയർ ദ എൻട്രൻസ്, അതിൻ്റെ കവാടത്തിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നു. ഐ ആസ്ക്ഡ് ഹിം, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വേർ ക്യാൻ ഐ ഫൈൻഡ്, എവിടെ എനിക്ക് കാണാൻ സാധിക്കും, ദ ടോംബ് ഓഫ് ഷെല്ലി, ഷെല്ലിയുടെ ശവകുടീരം, ദ ഇംഗ്ലീഷ് പോയറ്റ്, ഇംഗ്ലീഷ് കവിയായ. ഹി ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് മീ, അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഹവർ ഹീ എൻകൗണ്ടേർഡ് മീ വിത്ത് എ ക്വസ്റ്റ്യൻ, അങ്ങനെ അദ്ദേഹം എന്നെ നേരിട്ടത്, അഭിസംബോധന ചെയ്തത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ആർ യു ഫ്രം ഇന്ത്യ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ? യെസ് ഐ നോഡഡ്, അതെ ഞാൻ തലയാട്ടി. ഐ ഹാവ് ലീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് വാർ, ഹീ സെഡ് വിത്ത് എ പ്രൗഡ് സ്മൈൽ, ആസ് ഇഫ് ഹി ഹാഡ് ഡൺ സംതിങ് ഗ്രേറ്റ്. ഐ ഹാവ് ലീവ്ഡ് ഇൻ ഇന്ത്യ, ഞാൻ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് വാർ, യുദ്ധസമയത്ത്. ഹീ സെഡ് വിത്ത് എ പ്രൗഡ് സ്മൈൽ, അദ്ദേഹം ഒരു അഭിമാന പുഞ്ചിരിയോടെയാണ് അത് പറഞ്ഞത്. ആസ് ഇഫ് ഹി ഹാഡ് ഡൺ സംതിങ് ഗ്രേറ്റ്, എന്തോ മഹത്തരമായ കാര്യമെന്തോ ചെയ്തതുപോലെ, വളരെ അഭിമാനത്തോടു കൂടിയുള്ള ഒരു ചിരി പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഞാൻ ഇന്ത്യയിൽ സമയത്ത് താമസിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു. ഐ ഹാഡ് സീൻ സോ മെനി ഇറ്റാലിയൻ പ്രിസണേഴ്സ് ഓഫ് വാർ ദാറ്റ് ദേ വെയർ നോ ലോങ്ങർ എ നോവൽറ്റി ഫോർ മീ. ഐ ഹാഡ് സീൻ സോ മെനി ഇറ്റാലിയൻ പ്രിസണേഴ്സ്, ഞാൻ ധാരാളം ഇറ്റാലിയൻ തടവുകാരെ കണ്ടിട്ടുണ്ട്, ഓഫ് വാർ, യുദ്ധത്തിലെ. ദാറ്റ് ദേ വെയർ നോ ലോങ്ങർ എ നോവൽറ്റി, അവർ ഒന്നും തന്നെ എനിക്ക് ഒരു പുതുമയായി തോന്നിയിട്ടില്ല. റാദർ ഐ ഫെൽറ്റ് പിറ്റി ഫോർ ദിസ്, പകരം എനിക്ക് സഹതാപമാണ് തോന്നിയത്. ദീസ് കാക്കി ക്ലാറ്റ്, ഈ കാക്കി ധരിച്ച വ്യക്തിയോട് സഹതാപമാണ് എനിക്ക് തോന്നിയത്. ഹൂ ഹാഡ് ബീൻ ഫോഴ്സ്ഡ് ടു വാച്ച് ഓവർ, അദ്ദേഹം നിർബന്ധിതനായിരിക്കുകയാണ്, ടു വാച്ച് ഓവർ, കാക്കാനായിട്ട്. എന്നിങ്ങനെ എ പ്രിസൺ ഫോർ ദി ഡെഡ്, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഈ ഒരു ജയിൽ, അത് കാത്തു സൂക്ഷിക്കാനായിട്ട് നിർബന്ധിതനായ ഇദ്ദേഹത്തോട് എനിക്ക് സഹതാപമാണ്
തോന്നിയത് എന്നാണ് ഇവിടെ നമ്മുടെ എഴുത്തുകാരൻ എസ്.കെ. പൊറ്റക്കാട് പറയുന്നത്. ഹൈഡിങ് മൈ റിയൽ ഫീലിംഗ് ഐ സ്മൈൽഡ് ആൻഡ് റെസ്പോണ്ടഡ്, ഓ ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു. ക്യാൻ യു ടെൽ മീ വേർ ഐ ക്യാൻ ഫൈൻഡ് ദ ടോംബ് ഓഫ് ഷെല്ലി ദ ഇംഗ്ലീഷ് പോയറ്റ്. ഹൈഡിങ് മൈ റിയൽ ഫീലിംഗ്, എൻ്റെ യഥാർത്ഥ വികാരം ഞാൻ മറച്ചു വെച്ചു. ഐ സ്മൈൽഡ്, ഞാൻ പുഞ്ചിരിച്ചു. ആൻഡ് റെസ്പോണ്ടഡ്, എന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞു. ഓ ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു, താങ്കളെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ക്യാൻ യു ടെൽ മീ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ, വേർ ഐ ക്യാൻ ഫൈൻഡ്, എനിക്ക് എവിടെ കാണാൻ സാധിക്കും, ദ ടോംബ് ഓഫ് ഷെല്ലി, ഷെല്ലിയുടെ ശവകുടീരം, ദ ഇംഗ്ലീഷ് പോയറ്റ്, ഇംഗ്ലീഷ് പോയറ്റായിട്ടുള്ള. ഹീ തോട്ട് ഫോർ സം ടൈം and shook his head. It is not here. It is situated in the Protestant cemetery. It is at some distance from here. I stood there with a bouquet in hand, my face reflecting my disappointment. He thought for some time. കുറച്ച് സമയം അദ്ദേഹം ഒന്ന് ആലോചിച്ചു. ആൻഡ് ഷൂക്ക് ഹിസ് ഹെഡ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല അദ്ദേഹം ആട്ടി. ഇറ്റ് ഈസ് നോട്ട് ഹിയർ, ഇത് ഇവിടെയല്ല. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ പ്രൊട്ടസ്റ്റൻറ്റ് സെമിത്തേരി, അത് സ്ഥിതി ചെയ്യുന്നത്, ഷെല്ലിയുടെ ടോംബ് സ്ഥിതി ചെയ്യുന്നത് അത് പ്രൊട്ടസ്റ്റൻറ്റ് സെമിത്തേരിയിലാണ്. ഇറ്റ് ഈസ് അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം ഹിയർ, ഇവിടെ നിന്ന് അല്പം ദൂരമുണ്ട് അവിടേക്ക്. ഐ സ്റ്റുഡ് ദെയർ, ഞാൻ അവിടെ തന്നെ നിന്നു. വിത്ത് എ ബൂക്കെ, എൻ്റെ കയ്യിലുള്ള ബൂക്കയുമായിട്ട്. മൈ ഫേസ് റിഫ്ലക്റ്റിംഗ്, എൻ്റെ മുഖത്ത് ശരിക്കും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. മൈ ഡിസപ്പോയിൻമെൻറ്റ്, എൻ്റെ നിരാശ. ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്ന് ഈ വീഡിയോ ഇവിടെ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങളും സമ്മറിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.